ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒത്തിരിയേറെ സങ്കടങ്ങളുമായിട്ട് ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ തേങ്ങലുകളുമായിട്ട് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, ജോലിയെ ഓർത്ത്, ബിസിനസ്സിനെ ഓർത്ത്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് നമുക്ക്. പലപ്പോഴും സന്തോഷിച്ചിട്ട് തന്നെ ഒത്തിരി നാളായി, ഉള്ളറിഞ്ഞ് ഒന്ന് ചിരിച്ചിട്ട് തന്നെ ഒത്തിരി നാളായി. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. പലപ്പോഴും ഈ സങ്കടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. ചിലപ്പോൾ കൂടെ ഉള്ളവർ പോലും മനസ്സിലാക്കണമെന്നില്ല. നമ്മളെ സ്നേഹിച്ച് കൂടെ നിർത്തിയവർ പോലും ചിലപ്പോൾ നമ്മളിങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെന്ന് വരില്ല, ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തും. ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ ഒത്തിരിയേറെ കരയുമ്പോൾ, ഒത്തിരിയേറെ വേദനിക്കുമ്പോൾ, ആരുമില്ലാതെ ജീവിതത്തിൽ ആരും മനസ്സിലാക്കാതെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഓരോ ദിവസവും പകച്ചു നിൽക്കേണ്ടി വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരിക്കണം. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിന് വേണ്ടി. കാരണം ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മളെ മനസ്സിലാക്കാൻ ദൈവത്തിന് മാത്രമാണ് കഴിയുക. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കേ. വേറെ ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വേറെ ആർക്കും നമ്മളെ സ്നേഹിക്കാനും പറ്റിയെന്ന് ചിലപ്പോൾ എത്രയേറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയാലും ചില കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലാവില്ല. ഒന്ന് ചിന്തിച്ചു നോക്കി. ജീവിതത്തിൽ കൂടെ ഉള്ളവരൊക്കെ നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്നേഹിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഇല്ല. ചിലപ്പോൾ കൂടെ ഉള്ളവർ പോലും നമ്മളെ മനസ്സിലാക്കാത്ത നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു തകർച്ച നേരിട്ടപ്പോൾ, ഒരു തെറ്റു വന്നപ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, ഒരു പ്രശ്നം കടന്നു വന്നപ്പോൾ നമ്മളെ സ്നേഹിച്ച് കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവർ തന്നെ നമ്മളെ തള്ളിക്കളഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ ജീവിതം. ഒത്തിരി സങ്കടങ്ങളുടെയും ഒത്തിരിയേറെ വേദനകളുടെയും ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെയുള്ള ജീവിതമാണ് നിങ്ങളുടേതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തമ്പുരാനോട് പ്രാർത്ഥിക്കണം, മനസ്സുരുകി പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ. പക്ഷേ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ കരഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കണ്ണീര് കാണുന്ന ദൈവം നിന്നെ ഉയർത്തുമെന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. എപ്പോഴും ചിന്തിക്കണം, നമ്മുടെയൊക്കെ കണ്ണീര് കാണുന്നൊരു ദൈവമുണ്ട്. എവിടെയാണോ കരഞ്ഞത്, എവിടെയാണോ വേദനിച്ചത്, എവിടെയാണോ സങ്കടപ്പെട്ടത്, എവിടെയാണോ തകർന്നു പോയത്, അവിടെ ദൈവം നമ്മളെ ഉയർത്തും. അവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ദൈവം നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ കൈപിടിച്ച് രക്ഷിക്കും. ഒരു വിശ്വാസം നമുക്ക് വേണം. അവിടെയാണ് നമ്മുടെ ജീവിതം വിജയിക്കാനായിട്ട് പോവുക. ബൈബിളിൽ സുന്ദരമായ ഒരു വ്യക്തിത്വമുണ്ട്. ഹന്നയാണ് ആ വ്യക്തി. 1 സാമുവേലിൻ്റെ പുസ്തകത്തിലാണ് നമ്മളത് കാണുക. 1 സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം പറ്റുമെങ്കിൽ ഒന്ന് വായിക്കുക. ഒത്തിരിയേറെ കരയുന്നവരാണെങ്കിൽ, ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ അധ്യായം ഒന്ന് വായിക്കണം. 1 സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായവും. അവിടെ സുന്ദരമായൊരു വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുക. ഹന്നയാണത്. ഹന്ന എന്ന് പറയുന്നത് എൽക്കാന എന്ന മനുഷ്യൻ്റെ 2 ഭാര്യമാരിൽ ഒരു ഭാര്യയായിരുന്നു. 2 ഭാര്യമാരുണ്ടായിരുന്നു എൽക്കാനയ്ക്ക്, പെനീനയും ഹന്നയും. ഹന്നയും പെനീനയും 2 ഭാര്യമാരായിരുന്നു എൽക്കാനയുടെ. എൽക്കാനയ്ക്ക് ഭാര്യമാരിൽ പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളുണ്ടായില്ല. ആ ഒരു സങ്കടാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ നമ്മളിൽ പലരും ഉണ്ടാവും അല്ലേ? വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, ഒത്തിരിയേറെ തടസ്സങ്ങളുള്ളവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുള്ളവർ, കടബാധ്യതകളുള്ളവർ, രോഗങ്ങളുള്ളവർ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധിയാണിത്. അതിന് കൃത്യമായിട്ട് ഇന്നത്തെ ഈ സുവിശേഷം പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അതിൽ പറഞ്ഞു വെക്കുന്ന ഇങ്ങനെയാണ്: പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ പെനീന പലപ്പോഴായിട്ട് ഹന്നയെ കുറ്റപ്പെടുത്തുമായിരുന്നു. കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവർ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം. പലപ്പോഴും ഹന്ന ഭക്ഷണം കഴിക്കുകയോ ഒരു സന്തോഷത്തോടെ ആയിരിക്കുകയോ ചെയ്തിരുന്നില്ല. ബൈബിൾ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: 1 സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം തിരുവചനം. ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തിരുന്നു.
അതിനു മുമ്പായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, ഹന്നയെ എപ്പോഴും പെനീന പ്രകോപിപ്പിച്ചിരുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, വല്ലാത്തൊരു സങ്കടമാണിത്. ചിലപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞിട്ട് ഒരു കൊച്ചുണ്ടാകാതിരിക്കുമ്പോൾ നാട്ടുകാർ മുഴുവൻ ചോദിക്കും എന്തുകൊണ്ട് മക്കളായില്ല. വല്ലാത്തൊരു സങ്കടം. ഹന്ന അങ്ങനെയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഭർത്താവിന് മക്കളെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടമായിരുന്നത്. എന്തോ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിന്, എന്തോ ശാപം പിടിച്ച ജീവിതം പോലെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരുന്നു. അതുകൊണ്ട് പുറത്തേക്ക് പോകാനോ ഒരാളുടെ മുമ്പിൽ നോക്കാനോ എന്നും കണ്ണീര് മാത്രമായിരുന്നു ഹന്നയ്ക്ക്. പക്ഷെ ഹന്ന ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തെന്നറിയോ? ദൈവത്തിന്റെ മുന്നിൽ പോയിരുന്നു. തൻ്റെ സങ്കടങ്ങളുടെയും വേദനകളുടെയൊക്കെ നടുവിൽ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സ് ഹന്ന കാണിച്ചു എന്നുള്ളതാണ്. അതാണ് ഹന്നയെ ഏറ്റവും പ്രധാനപ്പെട്ടതാക്കി മാറ്റുന്നത്. സുവിശേഷം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ, ബൈബിൾ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. 1-ാം അധ്യായം 10-ാം തിരുവചനം, അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ദൈവത്തിന്റെ മുമ്പിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന്റെ മുമ്പിൽ അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും സങ്കടം ഉണ്ടാകുമ്പോഴും ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം എന്നറിയോ? ദൈവത്തിന്റെ സന്നിധിയിൽ അതിനുള്ള ഉത്തരവുണ്ട്. ആ ഉത്തരത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണം. മനുഷ്യരുടെ മുമ്പിൽ കരയരുത്, ദൈവത്തിന്റെ മുമ്പിൽ കരയാൻ നോക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതം വിജയിക്കുക. സ്നേഹം നിറഞ്ഞവരെ, ഈ ഹന്ന ചെയ്ത വലിയൊരു കാര്യമാണത്. എന്നിട്ട് അതിനെ തുടർന്ന് നടക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് കേട്ടോ സുവിശേഷത്തിൽ. അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ ഈ ഹന്നയ്ക്ക് നമ്മളെ ഒത്തിരിയേറെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒത്തിരിയേറെ സങ്കടങ്ങൾ വരുമ്പോൾ, ഒത്തിരിയേറെ വിഷമങ്ങളുടെ നടുവിൽ ഇങ്ങനെ കരഞ്ഞ് ജീവിക്കേണ്ടി വരുമ്പോൾ ഹന്ന നമ്മളോട് പറയുക, ദൈവത്തിന്റെ മുന്നിൽ പോയിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ മുന്നിൽ കരയുക. മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല, ആരും മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവം മനസ്സിലാക്കും അത് കേട്ടോ. അതുകൊണ്ട് ദൈവത്തിന്റെ മുന്നിൽ കരയുക. അത് കഴിഞ്ഞിട്ട് നടക്കുന്നൊരു കാര്യമുണ്ട്. ഏലി എന്ന ഒരു പുരോഹിതൻ വരുന്നു. ഏലി ഇവളുടെ പ്രാർത്ഥന കാണുന്നു. ആദ്യം വിചാരിച്ചു ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാകുന്നു. അതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് അവസാനം ഏലി ഈ ഹന്നയോട് പറയുന്നൊരു കാര്യമുണ്ട്. 1 സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാം തിരുവചനം, സമാധാനമായി പോവുക, ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അതിനുശേഷം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. നമ്മുടെയൊക്കെ സങ്കടങ്ങളുടെ നടുവിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വചനം, ഹന്നയുടെ മുഖം ഒത്തിരിയേറെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഒത്തിരിയേറെ വിഷമിച്ചിരുന്നപ്പോൾ ദൈവത്തിന്റെ മുന്നിൽ അവൾ പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെ അവളുടെ മുഖം പിന്നെ മ്ലാനമായിട്ടില്ല. ഒത്തിരിയേറെ വേദനകൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാകാം. ഒത്തിരി വേദനകളുടെ നടുവിലായിരിക്കും നമ്മൾ ജീവിക്കുക. ഓർക്കുക, എനിക്ക് രക്ഷ നൽകുന്നൊരു ദൈവം എൻ്റെ മുമ്പിലുണ്ട്. ആ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പോയിരിക്കണം. ഈശോയുടെ സന്നദ്ധിയിൽ വേദനകൾ പറയണം. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ രക്ഷ അടങ്ങിയിരിക്കുക. എന്നിട്ട് വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്. പിന്നീട് വായിച്ചു പോകുമ്പോൾ 1 സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 20-ാം തിരുവചനം, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. വളരെ സുന്ദരമായ ഒരു ബൈബിൾ ഭാഗമാണത്. ഒന്ന് വായിച്ചു നോക്കണം. സങ്കടങ്ങളുടെ നടുവിൽ നമ്മൾ ഒത്തിരി ആശ്വസിപ്പിക്കുന്ന ഒരു ബൈബിൾ ഭാഗം. ചിലപ്പോൾ ചില സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നൂല. ഒറ്റപ്പെടുമ്പോൾ, ആരും മനസ്സിലാക്കാതിരിക്കുമ്പോൾ, കരഞ്ഞ് തളരുമ്പോൾ ഈ ഹന്ന നമ്മളെയൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുക, മോനെ മോളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ സങ്കടങ്ങൾ പറയേ, അവിടെ ദൈവം നമ്മളെ രക്ഷിക്കും. എന്ത് പ്രശ്നമായിക്കോട്ടെ, എൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നമായിക്കോട്ടെ, എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക. എന്നിട്ട് 2-ാമത്തെ അധ്യായത്തിൽ നിന്നിട്ടാണെന്നറിയോ, ഹന്നയുടെ കീർത്തനമാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഹന്ന പാടുന്ന ഒരു കീർത്തനമാണ്. വളരെ സുന്ദരമായ 2 അധ്യായങ്ങളാണ്. 1 സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം പറ്റുമെങ്കിൽ ഒന്ന് വായിക്കുക. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുമായിട്ട് ജീവിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ് ഹന്ന ഒറ്റ കാര്യം നമ്മളോട് പറയുന്നുള്ളൂ, ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്തരവുണ്ട്. നീ കരയുന്നവനാണോ, നീ വേദനിക്കുന്നവനാണോ, നിന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷ ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്തരമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും ഒത്തിരിയേറെ സഹായിക്കട്ടെ. തമ്പുരാന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായവും
നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.